ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പച്ചമാങ്ങ തോരനാണ് കേട്ടോ. അപ്പോൾ അതിനായി ഞാൻ 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിന് അധികം പുളിയില്ലാത്ത മാങ്ങയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുപോലെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 2 മാങ്ങയാണ് ഞാൻ എടുത്തത്, 2 മീഡിയം സൈസ് മാങ്ങ. അപ്പോൾ ഇതാ മാങ്ങയെല്ലാം തോല് കളഞ്ഞിട്ട് ഇതാ ഈ ഒരു രീതിക്ക് നീളത്തിൽ വണ്ണം കൂട്ടിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മാങ്ങയാണെങ്കിൽ പിന്നെ ഈ പുറം തൊലിയൊക്കെ കളയണം കേട്ടോ. വീട്ടിലുണ്ടാവുന്ന മാങ്ങയാണെങ്കിൽ അത് കളയണമെന്നില്ല. പിന്നെ നമ്മൾക്ക് അതായത് ഈ മുറിച്ചതിൻ്റെ പകുതി കണ്ടിട്ട് മുറിക്കാവുന്നതാണ്. അപ്പോൾ മുറിക്കുന്ന സമയത്തും ഇതുപോലെ വണ്ണം കൂട്ടിയിട്ട് വേണം മുറിക്കാൻ. പെട്ടെന്ന് വെന്ത് ഉടയുന്ന മാങ്ങയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വണ്ണത്തിൽ മുറിച്ചെടുത്തത്. ഇനി ബാക്കി വേണ്ടുന്ന സാധനങ്ങൾ കൂടി ഒന്ന് നോക്കാം. പിന്നെ വേണ്ടുന്നതാണ് ഒരു വലിയ സവാള നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങ ചെറുതായിട്ട് മുറിക്കുന്നതാണെങ്കിൽ സവാളയും അതിന് കണക്കായിട്ട് തന്നെ മുറിച്ചെടുക്കണം. അപ്പോൾ മാങ്ങ ഞാൻ നീളത്തിൽ എടുത്തത് കൊണ്ട് സവാളയും നീളത്തിൽ മുറിച്ചെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നതാണ് ഒരു 5-8 വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും, ചെറിയ പച്ചമുളകാണ്. അപ്പോൾ കൂടുതൽ എരിവില്ലാത്ത പച്ചമുളക് എടുത്തോളൂ കേട്ടോ. ഞാൻ 2 ചെറിയ പച്ചമുളകാണ് എടുത്തത്. പിന്നെ വേണ്ടുന്നതാണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, പിന്നെ വേണ്ടുന്നതാണ് 1/4 ടീസ്പൂൺ കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്രയുമാണ് നമുക്ക് പച്ചമാങ്ങ തോരന് വേണ്ടിയുള്ള സാധനങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്. അപ്പോൾ ചൂടായെന്ന് അറിയാൻ വേണ്ടി ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ മതി. പാത്രം കൈ അതിലേക്ക് കുത്താൻ പാടില്ല കേട്ടോ. ഇനി നമ്മൾക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകും കൂടെ പെട്ടെന്ന് തന്നെ പൊട്ടി വരുന്നുണ്ട്. ഇനി അതിലേക്ക് പിന്നെ വെളുത്തുള്ളി അല്ലി പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ചേർക്കേണ്ടതാണ് നീളത്തിൽ മുറിച്ച് വെച്ച വലിയൊരു സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾക്കൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ടൊന്ന് ചെറുതായി ഒന്ന് വാട്ടിയെടുക്കാം. സവാള ഇട്ടിട്ട് ചെറുതായി ഒന്ന് വാട്ടിയെടുത്ത ശേഷം അതിലേക്ക് നമ്മൾക്ക് ചേർക്കേണ്ടതാണ് 1/4 കപ്പ് ചെറിയ തേങ്ങ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ചേർക്കേണ്ടതാണ് 1/4 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി. അപ്പോൾ പിന്നെ ഇച്ചിരി എരിവൊക്കെ വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ എരിവുള്ള മുളക് പൊടി ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ തേങ്ങയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർക്കുന്ന സമയത്തും തീ നന്നായി ഒന്ന് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് ചേർക്കേണ്ടതാണ് നീളത്തിൽ തൊലി കളഞ്ഞ് നീളത്തിൽ മുറിച്ചെടുത്ത മാങ്ങ അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഉപ്പ് ഇങ്ങനെ പെട്ടെന്ന് വെള്ളമാവും. അപ്പോൾ ഇതിൽ ഇച്ചിരി ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കരുതേ. അപ്പോൾ ആ ഉള്ളി സവാളയിൽ നിന്നും മാങ്ങയിൽ നിന്നൊക്കെ ഇറങ്ങി ഇത് വെള്ളം നന്നായിട്ട് ഉണ്ടാവും. അപ്പോൾ അതന്നെ മതിയാവും. അപ്പോൾ ഇതിന് ഒരുപാട് വേവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമ്മൾക്കിത് തീ കുറച്ച് വെച്ചിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ മാങ്ങ ഏകദേശം പകുതി വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് കൂടി പോകരുത്, നമുക്ക് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. അപ്പോഴേക്കും ഇത് റെഡിയാവും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തോരൻ തന്നെയാണിത്. അപ്പോൾ ഇത് നമുക്കൊരു 2-3 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ മാങ്ങയിലും പാകത്തിന് തന്നെ വന്നിട്ടുണ്ട്, ഒന്നും ഉടഞ്ഞൊന്നും പോയില്ല. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിമൊന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്, ഒരുപാട് ടൈമൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.